അസോസിയേറ്റ്സ്. കഴിഞ്ഞ ദിവസം നടൻ ഹരിശ്രീ അശോകിന് എറണാകുളം ജില്ലാ കൺസ്യൂമർ കോർട്ട് 17,83,641 രൂപ കോമ്പൻസേഷനായി വിധിച്ചത് നമ്മൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും. നടൻ ഹരിശ്രീ അശോകിന്റെ പുതിയ വീട് പഞ്ചാബി ഹൗസ് എന്ന വീടിന്റെ നിർമ്മാണത്തിലുള്ള അപാകത ചൂണ്ടിക്കാട്ടിയിട്ട് നടൻ കൺസ്യൂമർ കോർട്ടിനെ സമീപിച്ചിരുന്നു. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ കോമ്പൻസേഷൻ കിട്ടിയത്. ഈ കേസും ഇന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കേസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, പഞ്ചാബി ഹൗസിന്റെ നിർമ്മാണം പൂർത്തിയായി അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ടൈൽസിന്റെ തറയോടുകളുടെ നിറം മങ്ങുകയും അവ പൊട്ടിപ്പൊളിയുകയും അതിന്റെ വിടവുകളിലൂടെ ചളിയും മണ്ണും പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഈ അപാകത ചൂണ്ടിക്കാട്ടി നടൻ എതിർകക്ഷികളെ പലവട്ടം സമീപിച്ചുവെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോണ്ടും ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് ഇദ്ദേഹം കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കുകയായിരുന്നു. എതിർകക്ഷികളെ കൺസ്യൂമർ കോർട്ടിൽ വാദിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ പ്രൊഡക്റ്റ് വാങ്ങിയതിന് യാതൊരു രേഖകളുമില്ല, പ്രൊഡക്റ്റിന്റെ വാറന്റി സംബന്ധിച്ച് യാതൊരു രേഖകളുമില്ല, പ്രൊഡക്റ്റിന്റെ ഡിഫക്റ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് യാതൊരു തെളിവുകളും നിരത്താൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ ഈ ടൈൽസ് വിരിച്ചത് തങ്ങളല്ല എന്നും പറഞ്ഞിട്ടാണ് എതിർകക്ഷികള് കോടതിയെ സമീപിച്ചത്. ഇൻവോയ്സും ടെസ്റ്റ് റിപ്പോർട്ടും വാറന്റി റെക്കോർഡ്സും ഒന്നും നൽകാതെ തന്നെ കൺസ്യൂമറിനെ എതിർകക്ഷികൾ പറ്റിച്ചതായിട്ട് കോടതി കണ്ടെത്തി. ഒരു കൺസ്യൂമറിന്റെ ബേസിക് റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ഇവിടെ കർട്ടൈൽ ചെയ്തിട്ടുണ്ട് എന്നും കോടതി കണ്ടെത്തി. ഇതിനാൽ തന്നെ 16,58,641 രൂപ രണ്ടാം എതിർകക്ഷി നടന് നൽകണമെന്നും പിന്നീട് കോമ്പൻസേഷനായി എതിർകക്ഷികൾ 1,00,000 രൂപ നൽകണമെന്നും കോടതി നടപടികൾക്കായിട്ട് 25,000 രൂപ നൽകണമെന്നും കോടതി വിധിച്ചിരുന്നു. ഇത് 1 മാസത്തിനകം നൽകണമെന്നാണ് കോടതി വിധി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഒന്ന് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2090 വരുന്നത്. ഇതിലെ കൺസ്യൂമറിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നൽകിയോ പണം നൽകാമെന്ന പേരിലോ ഒരു സർവീസോ ഒരു ഗുഡ്സോ അവൈൽ ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് കൺസ്യൂമർ എന്ന് വിളിക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു കൺസ്യൂമറാണ്. ഈ കൺസ്യൂമറിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, അതായത് ഒരു ഡിഫക്റ്റീവ് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർവീസിൽ നമുക്ക് ഡെഫിഷ്യൻസി നേരിടുകയാണെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം, കോമ്പൻസേഷൻ നേടാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിന് ചില നടപടിക്രമങ്ങളുണ്ട്. നമ്മൾ ആദ്യം തന്നെ കൺസ്യൂമർ കോർട്ടിനെ അപ്രോച്ച് ചെയ്യുകയല്ല വേണ്ടത്. ഇത്തരത്തിൽ എവിടെ നിന്നാണോ നമുക്ക് ഡിഫക്ട്സ് ഇൻ ഗുഡ്സ്, ഡെഫിഷ്യൻസി ഇൻ സർവീസ് അനുഭവപ്പെട്ടതെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ തന്നെ കംപ്ലൈൻറ്റ് മെക്കാനിസം ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയാണ് വേണ്ടത്. ഈ കംപ്ലൈൻറ്റ് സ്വീകരിച്ച് 48 മണിക്കൂറിനുള്ളിൽ കൺസ്യൂമറിനെ അറിയിച്ചിരിക്കണമെന്നുണ്ട്. ഇത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു റെസ്പോണ്ടും ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് കൺസ്യൂമർ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2090 പ്രകാരം ഒരു 6 ബേസിക് റൈറ്റ് കൺസ്യൂമറിന് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ഹിയർ, റൈറ്റ് ടു റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്തിനോ ജീവനോ ഹാനികരമാകുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സിൻ്റെയോ സർവീസിൻ്റെയോ മാർക്കറ്റിങ്ങിനെതിരെയുള്ള സംരക്ഷണം. അങ്ങനെ ഒരു റൈറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു ചൂസ്, ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസിൽ മാർക്കറ്റിൽ നിന്ന് പലതരത്തിലുള്ള സാധനങ്ങളും സേവനങ്ങളും അവൈൽ ചെയ്യാനുള്ള കൺസ്യൂമറിൻ്റെ അവകാശത്തിനെയാണ് റൈറ്റ് ടു ചൂസ് എന്ന് പറയുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്യൂരിറ്റി, പൊട്ടൻസി, പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ പ്യൂരിറ്റി, പൊട്ടൻസി, സ്റ്റാൻഡേർഡ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ഇതൊക്കെ ആ ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ആ സർവീസിൻ്റെ സർവീസ് സംബന്ധിയായിട്ടുള്ള രേഖകളിൽ പറഞ്ഞിട്ടുണ്ടാവണം എന്ന് പറയുന്നു. പിന്നെ റൈറ്റ് ടു റിഡ്രസൽ, നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, കൺസ്യൂമറിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യാം, കൺസ്യൂമർ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനുള്ള അവകാശമാണ് റൈറ്റ് ടു റിഡ്രസൽ. റൈറ്റ് ടു ഹിയർ, നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് ആശങ്കകളില്ലാതെ ഭയമില്ലാതെ കൺസ്യൂമർ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്നും നമ്മളുടെ
പരാതി അവർ കേൾക്കും എന്നതിനുള്ള അവകാശമാണ് റൈറ്റ് ടു ഹിയർ. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇത്തരത്തിലെ റൈറ്റ്സ് എല്ലാം നമുക്ക് നിലവിലുണ്ടെന്നും റൈറ്റ്സ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്സിനെ അപ്രോച്ച് ചെയ്യാമെന്നും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. 2019 ആക്ടിലെ വേറൊരു വ്യവസ്ഥയാണ് ഒരു CCPA അപ്പോയിന്റ് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക എന്നത്. ഇത്തരത്തിലൊരു CCPA നിലവിലുണ്ട്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയാണ്. ഇത് കൺസ്യൂമറിന്റെ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, ഇതിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കൊരു 3 ടയർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ കമ്മീഷൻ നിലവിലുണ്ട്. അത് ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, നാഷണൽ എന്നീ തലത്തിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 1 കോടി വരെ മൂല്യമുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ കംപ്ലൈൻറ്റ്സ് നമുക്ക് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് ഒരു 1 കോടി മുതൽ 10 കോടി വരെ മൂല്യമുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ കംപ്ലൈൻറ്റ്സ് നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ സമർപ്പിക്കാവുന്നതാണ്. 10 കോടിക്ക് മുകളിൽ മൂല്യമുള്ള സേവനങ്ങളുടെയോ സാധനങ്ങളുടെയോ കംപ്ലൈൻറ്റ്സ് നമുക്ക് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ സമർപ്പിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ജില്ലാ കമ്മീഷനിൽ നിന്നും നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസ്ഥാന കമ്മീഷനിൽ നിന്നും നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ കമ്മീഷനെയും സമീപിക്കാവുന്നതാണ്. ഫൈനൽ അപ്പലേറ്റ് അതോറിറ്റി ആയിട്ട് നമുക്ക് സുപ്രീം കോടതി നിലവിലുണ്ട്. ഏതൊരു സാധാരണക്കാരനും അദ്ദേഹത്തിന്റെ കൺസ്യൂമർ റൈറ്റ്സ് നിഷേധിക്കപ്പെടുമ്പോൾ തീർച്ചയായും കൺസ്യൂമർ കോർട്സിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. താങ്ക് യു.